അഭിനയിക്കാൻ അറിയാത്ത സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഡേവിഡ് പടിക്കൽ. പണത്തിന്റെയും പ്രശസ്തിയുടെയും അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഡേവിഡിന് വലിയ കഴിവൊന്നുമില്ലെങ്കിലും സൂപ്പർ സ്റ്റാർ എന്ന പദവിയുണ്ട്. ലൊക്കേഷനുകൾ വൈകി വരികയും മദ്യപാനവും സ്ത്രീകളുമാണ് അവന്റെ പ്രധാന വിനോദം. ഒരിക്കൽ പ്രശസ്ത സംവിധായകൻ കോശിയുടെ സെറ്റിൽ വെച്ച് ഡേവിഡിന്റെ ഭാവങ്ങളില്ലാത്ത അഭിനയത്തെ കോശി പരിഹസിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അവിടെ വെച്ചുണ്ടായ ഒരു തർക്കവും അതിനെ തുടർന്ന് ഡേവിഡ് ഒരാളെ വാഹനം ഇടിപ്പിച്ചതും സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാവുകയും അയാളുടെ ഇമേജ് തകരുകയും ചെയ്തു. തന്റെ കരിയർ രക്ഷിക്കാൻ ഒരു റിസ്ക് എടുക്കണമെന്ന് സുഹൃത്തായ ലെനിൻ ഉപദേശിച്ചതോടെ ഡേവിഡ് അഭിനയം പഠിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ബാല എന്ന അധ്യാപകന്റെ അടുക്കൽ ഡേവിഡ് എത്തുന്നു. തുടക്കത്തിൽ തന്റെ ഈഗോ കാരണം ഡേവിഡ് ബാലയുമായി വഴക്കിടുന്നുണ്ടെങ്കിലും മുൻ കാമുകി ആൻ നൽകിയ ഉപദേശവും അയാളെ ചിന്തിപ്പിക്കുന്നു. തന്റെ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും അഭിനയത്തിന് വേണ്ടി അല്പം എഫേർട്ട് എടുക്കാനും ആൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് ബാലയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഡേവിഡ് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കുന്നു. ഒരു കോളേജ് പരിപാടിക്കിടയിൽ ആരാധകർ തന്നെ ഇഷ്ടപ്പെടുന്നത് തന്റെ ലുക്കിനെയും സ്റ്റൈലിന്റെയും പേരിൽ മാത്രമാണെന്നും തന്റെ ഒരു കഥാപാത്രത്തെ പോലും ആരും ഓർക്കുന്നില്ലെന്നും അയാൾ തിരിച്ചറിയുന്നു. അവിടെ നിന്ന് ഒരു അടിപിടിയിൽ കോളേജ് പിള്ളേർ ഡേവിഡിനെ വളയുന്നു. അവിടെ നിന്ന് അവർ രക്ഷപ്പെടുന്നു. പിന്നീട് മനോജ് എന്ന ആരാധകൻ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ അവനെ രക്ഷിക്കുന്നതിനിടയിലാണ് ഡേവിഡിന്റെ ജീവിതത്തിലെ വലിയൊരു രഹസ്യം പുറത്തു വരുന്നത്. അവന്റെ അമ്മ അവനെ ചെറുപ്പത്തിൽ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ച ഒരു വിദേശിക്കൊപ്പം അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞതായിരുന്നു. അയാളുടെ ഉള്ളിലെ ഏറ്റവും വലിയ മുറിവ് ആരോടും സ്നേഹമില്ലാത്ത അഹങ്കാരിയായ ഡേവിഡ് ഇങ്ങനെയാവാനുള്ള പ്രധാന കാരണം. അവസാനം സംവിധായകൻ കോശിയുടെ ചിത്രത്തിൽ വീണ്ടും അവസരം ലഭിക്കുകയും ബാല പഠിപ്പിച്ച പാഠങ്ങളും തന്റെ ജീവിതത്തിൽ അമ്മയുണ്ടാക്കിയ പഴയ നോവും ഉള്ളിലൊതുക്കി ഡേവിഡ് ആ രംഗം അതിമനോഹരമായി അഭിനയിക്കുന്നു. അങ്ങനെ അവന് മികച്ച നടനായും നല്ലൊരു മനുഷ്യനായും ഡേവിഡ് പടിക്കൽ മാറുന്നു.